ധന്യനായ കർത്താവിന്റെ മഹത്വം. എല്ലാവർക്കും പ്രഭാത വന്ദനം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. 23-ൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. നമുക്കറിയാം, ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ വളരെ വ്യക്തമായി നമുക്കറിയാവുന്നതാണ്. ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ഈ തിരുവചനത്തിൽ കൂടെ നമുക്ക് കേൾക്കുവാനായി കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ അതിന് കാരണവും പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് കാരണം വ്യക്തമാക്കുന്നുണ്ട്. കാരണം അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു, രാജകോലാഹലം അവിടെ മധ്യയുണ്ട്. മിസ്രൈമിൽ നിന്ന് ഇവരെ കൊണ്ടുവന്നു, ഇവർക്ക് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. പിന്നെ ആഭിചാരം അതുകൊണ്ട് ഇവർക്ക് ഫലിക്കില്ല. കാരണം ദൈവം അവരോട് കൂടെ ഇരിക്കുന്നുണ്ട്. ദൈവമായ യഹോവ അവരോട് കൂടെ ഇരിക്കുന്നു. മാത്രമല്ല രാജകോലാഹലവുമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ആരാധനയുടെയും ശക്തിയുള്ള ശബ്ദം ഓരോ കുടുംബങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ഒരു കുടുംബം ആവുമ്പോൾ പല അംഗങ്ങളുണ്ട്, അല്ല ഒരു വ്യക്തി ആകുമ്പോൾ ആ വ്യക്തി ഒറ്റയ്ക്കല്ല, ദേഹാത്മാവുണ്ട്. അത് മാത്രമല്ല, ആ വ്യക്തിയിൽ നിന്ന് സ്തോത്രത്തിന്റെയും സ്തുതിയുടെയും സ്വരമുയരുമ്പോൾ ആത്മാവും ദേഹവും എല്ലാം ചേർന്ന് തന്നെയാണ് ഈ സ്തോത്രവും സ്തുതിയും ഒക്കെ കരയറ്റുന്നത്. അപ്പോൾ രാജകോലാഹലമുള്ള ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയും കരയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിലേക്ക്, ഭവനത്തിലേക്ക് എന്ത് വരികയില്ല? ആഭിചാരം വരികയില്ല, ലക്ഷണവിദ്യ അവനോട് ഒക്കുകയില്ല. ഇതാണ് പ്രവാചകൻ പറയുന്നത്. ബിലെയാം പറയുന്നത് ഇതാണ്: ബാലാക്കെ അവർക്കത് പറ്റിയില്ല. കാരണം എപ്പോഴും അവിടെ രാജ്യകോല, ചുമ്മാ ഒരു ശബ്ദം പോലെ അല്ല. വീട്ടിൽ വഴക്കുണ്ട്, ഭാര്യ ഭർത്താവിനെ ഭള്ളു പറയുന്ന ശബ്ദമല്ല, അല്ലെ ഭർത്താവ് ഭാര്യ ഭള്ളു പറയുന്ന ശബ്ദം, അടിയുടെ ശബ്ദമല്ല, മദ്യപിച്ചിട്ട് വന്ന് ബഹളമുണ്ടാക്കുന്ന ശബ്ദമല്ല. രാജകോലാഹലമുണ്ട്, സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും തപ്പിന്റെയും തപ്പിന്റെയും തന്ത്രനാദത്തിന്റെയും നാദമുള്ള കൈത്താളങ്ങൾ, വർദ്ധിച്ച നാദമുള്ള കൈത്താളങ്ങളുടെയും ശബ്ദ കോലാഹലങ്ങൾ ആ കുടുംബത്തിലുണ്ട്, ആ വ്യക്തിയിലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. എങ്ങനെയാണ് ആഭിചാരം? ആഭിചാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലക്ഷണവിദ്യ, അല്ലെങ്കിൽ ആഭിചാരത്തിന്റെ ശുദ്രപ്രയോഗം, ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മണ്ഡപങ്ങൾ ഒരുക്കി അന്ധകാര ശക്തികളെ ആവാഹിച്ചു വരുത്തി അതിനെ പ്രസാദിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശക്തികൾക്ക്, ഇരുളിന്റെ ശക്തികൾക്ക് പ്രസാദം വരുത്തുന്ന സാധനങ്ങൾ അർപ്പണം ചെയ്ത് അവയെ മന്ത്രോച്ചാരണയിൽ കൂടി വിളിച്ചു വിളിച്ചു വരുത്തി ഒരു വ്യക്തിയിലേക്ക്, ഒരു കുടുംബത്തിലേക്ക് ഒരു മിഷൻ ഏൽപ്പിച്ച് അയക്കുന്നതിനെയാണ് മന്ത്രവാദികൾ ആഭിചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തു വിടുമ്പോൾ ആ അന്ധകാര ശക്തി എന്ത് ചെയ്യുകയാണ്? ഒരു റോക്കറ്റ് കുതിച്ചു വരുന്നത് പോലെ ആ ഭവനത്തിലേക്ക്, ആ വ്യക്തിയിലേക്ക് ഓടി വരികയാണ്. അതിന് ഒരു 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 പ്രതലം, അതിനൊരു ഇത് കിട്ടിയിരിക്കുന്നു, അതിനെ ഒരു ഗൈഡ് ചെയ്തിരിക്കുന്നു. ഒരു ഗൈഡഡ് ആണ്, ശക്തി കൊടുക്കുകയാണ്. ശക്തി വേണ്ടാത്ത ആരുടെയും ഒരു ശക്തിയും ആവശ്യമില്ലാതെ സ്വയം സൂര്യൻ പ്രകാശിക്കുന്ന പോലെ സർവശക്തനായ ദൈവം, സൂര്യനെ അനേക സൂര്യന്മാരെ ഉണ്ടാക്കി സർവശക്തനായ ദൈവത്തിന് മനുഷ്യരുടെ ഒരു ശക്തിയും ദൈവത്തിന് ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഇരുളിന്റെ ശക്തികൾക്ക് ശക്തി പകർന്നു കൊടുക്കുവാൻ ചില പ്രത്യേക കർമ്മങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉയർന്നു വരുന്ന ശക്തികളെയാണ് നമ്മൾ ആഭിചാരം, അല്ലെങ്കിൽ ലക്ഷണവൃത്തി എന്നിത്യാദിയുള്ള പദപ്രയോഗങ്ങളിൽ കൂടെ തിരുവഴുത്തിൽ നമുക്ക് കാണുവാനായി കഴിയും. അപ്പോൾ രാജകോലാഹലമുള്ള ഒരു വ്യക്തിയിലേക്കോ ഒരു കുടുംബത്തിലേക്കോ ഇതിന് കടന്നു വരാൻ കഴിയത്തില്ല. കാരണം അവിടെ ഉയരുന്ന സ്തുതിയുടെയും സ്തോത്രത്തിന്റെ, അന്യഭാഷയുടെ, ആത്മാവിന്റെ ശക്തിയുടെയും പ്രകടനമാണ് എപ്പോഴും ഉറങ്ങുന്ന സമയം ഒഴികെ. അപ്പോൾ ഉറങ്ങുമ്പോൾ തന്നെ പലപ്പോഴും രാത്രിയിൽ ദൈവം തട്ടി ഞെട്ടി ഉണർത്താറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നമുക്ക് തോന്നുന്നു സ്തോത്രം, നമുക്ക് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നിയതാണ്, അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്ത് ഏതോ ഒരു ശബ്ദം കേട്ടതായിട്ടാണ് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏതോ കടിച്ചതായിട്ടാണ് നമുക്ക് ചൊറിച്ചിൽ വരുന്നു എന്ന് നമ്മൾ എഴുന്നേൽപ്പിക്കുകയാണ്, ബോധാവസ്ഥയിലേക്ക്, കോൺഷ്യസിലേക്ക് കൊണ്ടുവരികയാണ്. ആത്മാവിനെ, പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യുകയാണ്? തട്ടി ഉണർത്തുകയാണ്. അത് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ രാവിലെ വിളിച്ചുണർത്തുന്നത് പോലെ തന്നെ, സെയിം ലൈക്ക്. പക്ഷേ അത് നമുക്ക് മനസ്സിലാകുന്നില്ല. വെളിപ്പാടുള്ളവർക്കറിയാം എന്നെ എന്തിനാ ദൈവം എഴുന്നേൽപ്പിച്ചു, ഈ ആ സമയത്ത് എഴുന്നേൽപ്പിച്ചത്. അപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്ത് ചെയ്യാം? കള്ളൻ എപ്പോഴാണ് കടന്നു വരുന്നത്? ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ്. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോൾ കള്ളന്മാർ വന്നിട്ട് എന്ത് ചെയ്യുന്നത്? വാതിൽ തീർന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ സെയിം ലൈക്ക് ദാറ്റ്.
അതുപോലെ തന്നെയാണ് ഇവിടെയും ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് രാജകോലാഹലമുള്ള ഒരു കുടുംബത്തിൽ ആവശ്യം ഉണർന്ന് സ്തോത്രയാഗപ്പെടുന്ന നടത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഓരാഭിചാര ശക്തിക്കും അടുത്ത് വരുവാൻ അറിയാം. ഒരു ശക്തിക്കും കടന്നു വരുവാൻ കഴിയുന്നു. തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നു. ഈ ശക്തി ഇതിനെ വളരെ ശക്തമായി ഉപയോഗിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഇത് പറയുന്നത്. അവർക്കത് ഫലിക്കയില്ല. കാരണം യഹോവേ അവരുടെ കൂടെ ഉണ്ട്. രാജകോലാഹലം അവരുടെ ഇടയിൽ നിന്ന് ദൈവത്തിന്റെ പൈതലെ എങ്ങനെ നിനക്ക് ഇതിനെ എതിർക്കുവാൻ കഴിയും? എങ്ങനെ നിനക്ക് ഇതിനെ അതിജീവിക്കുവാൻ കഴിയും? ഇത് ചെയ്യരുതേ എന്ന് പോയി രണ്ട് കൈയും കൂപ്പി ആമീസ്തോത്രം ആരുടെയും മുമ്പിൽ പറയുവാൻ ഒരു ദൈവത്തിന്റെ പൈതലിനോട് ദൈവം പറഞ്ഞിട്ടില്ല. നിനക്ക് ചെയ്യുവാനുള്ളത് നീയും ചെയ്യണം, അവൻ ചെയ്യട്ടെ. ഇതൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് പണം മുടക്കുണ്ട് കേട്ടോ. ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് 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 കണ്ടു കേട്ട് വ്യക്തത ഉള്ളത് കൊണ്ടാണ് ഈ സ്നേഹസന്ദേശത്തിൽ ഞാൻ ഇതൊക്കെ തുറന്നു പറയുവാൻ്റെ കൊണ്ടുവിടുക. ഒരുപാട് പണം മുടക്കമുള്ള വസ്തുതകൾ, അതിനൊക്കെ ഒരു കണക്കുകൾ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, അവൻ പണം മുടക്കി ചെയ്യട്ടെ, നീ എന്ത് ചെയ്യണം? മുഴങ്കാൽ മടക്കി നീ ചെയ്യണം. അതിനാണ് നിനക്ക് കരങ്ങൾ തന്നിരിക്കുന്നത്. ആ നാവ് കൊണ്ട് ആമീസൂത്രം കൊരള പറയാനും കള്ളം പറയാനും നുണ പറയാനും മറ്റുള്ളവരുടെ കുറ്റം പറയാൻ നാവ് തന്നിരിക്കുന്നത് ആത്മാവിൽ ജ്വലിച്ച് ആത്മശക്തിയാൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്ന രാജ്യകോലാഹലമുള്ളവന്റെ അടുക്കലേക്ക് അഭിചാരത്തിന്റെ ശക്തികൾക്ക്, തിന്മയുടെ ശക്തികൾക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല ദൈവത്തിന്റെ പേരിൽ. പിന്നെന്താ എനിക്ക് കഷ്ടതയെന്ന് നീ ചോദിക്കും. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ദൈവം പലപ്പോഴും നമ്മളെ താഴ്ത്തി പരീക്ഷിക്കും. നമ്മുടെ പിതാക്കന്മാരെ താഴ്ത്തി പരീക്ഷിച്ചു ദൈവം. നമ്മുടെ പിതാക്കന്മാരെ താഴ്ത്തി എന്തിനവിടെ ഹൃദയത്തിലുള്ളത് അറിവാൻ്റെ ഗുണം താഴ്ത്തുമ്പോൾ ആമീസൂത്രം നമുക്ക് സ്വയം പല കാര്യങ്ങൾ നമുക്ക് ഇച്ഛാഭംഗം തോന്നും. നമ്മളെ താഴ്ത്തുമ്പോൾ ദൈവം നമ്മൾ പറയുന്നു ദൈവം വളരെ നല്ലവനാണ്, ദൈവം സർവശക്തനാണ്, അവന്റെ ഈ ലോകത്തിൽ എവിടെ വേണേലും പോയി ഞാൻ കർത്താവിനെ കുറിച്ച് പറയാം. പക്ഷെ ജീവിതത്തിൽ അല്പം ഒരു കഷ്ടത വരട്ടെ, അതേ നാവ് കൊണ്ട് പറയൂ എന്ത് കഷ്ടത, എനിക്ക് മാത്രമേ കഷ്ടത. ദൈവത്തിന്റെ പേര് ഇതാണ് നീ എന്ന് ബോധ്യമാക്കാനാണ് പലപ്പോഴും എന്നെ നിന്നെ ദൈവം താഴ്ത്തുന്നത്. അതാണ് കർത്താവിന്റെ ആവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ അങ്ങനെയാണ്. നിങ്ങളെ ഞാൻ താഴ്ത്തുകയും നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അറിവാനായിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് നിങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും. രാജകോലാഹലമുള്ള ആമീസൂത്രം നിന്റെ ശരീരത്തിന്റെ ആത്മാവിലും നിന്റെ ദേഹിയിലും നിന്റെ ദേഹത്തിലും അതിന്റെ ഉള്ളിൽ ആമീസൂത്രം രാജകോലാഹലമുണ്ടോ? അല്ല നിന്റെ ഭവനത്തിൽ നിന്റെ മക്കളും നിന്റെ കുടുംബം നിന്റെ ഭർത്താവ് ഏക മനസ്സോട് ദൈവസന്നിൽ നിന്ന് ആരാധിച്ച് ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കുന്നുണ്ട് ദൈവത്തിന്റെ പൈതലേ, ഒരു ദുഷ്ടശക്തിക്ക് നിന്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ കഴിയില്ലെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോട് നിന്നോട് പറയുകയാണ്. അതുകൊണ്ട് നിനക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. വചനങ്ങളാൽ ദൈവം